ഹലോ ആൻഡ് വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് വീഡിയോ ആണ്. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഫോട്ടോഷൂട്ടിന് റെഡിയാവുന്നതിന് മുന്നേ ഇൻഡോർ ഷൂട്ട് വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് റെഡി ആവുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. ഞാനത് സീരീസിന് ഒരു പേരിട്ടായിരുന്നു, റെഡി ടു പോസ് എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ റെഡി ആവുന്ന ഒരു വീഡിയോ കേട്ടോ. ബേസിക്കലി ഒരു മേക്കപ്പ് ലുക്ക്. സോ വിത്തൗട്ട് എനി ബ്ലാ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഡ്രസ്സ് അങ്ങ് മാറി കേട്ടോ. ഞാനിപ്പോഴും ഓർത്തത് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് കുറച്ച് ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഡ്രസ്സാണ്. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ കുളവും, മേക്കപ്പും കുളവും, ഹെയറും കുളവും, എല്ലാം കുളവും. അപ്പം ഞാൻ അതിന് മുമ്പ് ഡ്രസ്സ് മാറിയേക്കാം. നമുക്ക് ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം. എന്ത് പെട്ടെന്നല്ല ഡ്രസ്സ് മാറിയത്. ഇങ്ങനെ റിയൽ ലൈഫിലും ഇങ്ങനെ പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ പറ്റുന്നത് വളരെ നല്ലതായിരുന്നു, പ്രത്യേകിച്ച് എനിക്ക്. അപ്പം യെസ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്ത് വെച്ച് തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ആദ്യം കൺസീലർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമേ. ഇത് ഇൻസൈഡിൻ്റെ പ്രോ കൺസീലർ ആണ്. ഞാൻ എൻ്റെ ഏതോ ഒരു മസ്റ്റാർ ആമസോൺ പ്രൊഡക്റ്റ് അതിനൊന്ന് വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ നിന്ന് നമ്മളുടെ കൺസീലർ ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാ മേക്കപ്പും എല്ലാം ഒരു ഷൂട്ടിന് വേണ്ട, ഈ ഷൂട്ടിന് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. എന്നാലും എന്തെങ്കിലുമൊക്കെ മറക്കും. ആദ്യം ഇരുന്നപ്പം ഡ്രസ്സ് മാറാൻ മറന്നു. ഇപ്പം ഞാനിതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വെച്ചാൽ കണ്ണാടി എടുക്കാൻ മറന്നു, മിറർ. ഇനിയിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ. ഇനി എനിക്ക് എണ്ണിക്കാൻ വൈകിയ എൻ്റെ മനസ്സിലൊരു ലുക്കുണ്ട്, എൻ്റെ തന്നെ. ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു ലുക്കുണ്ട്. നോക്കാം എങ്ങനെ വരുമെന്നുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ചെയ്ത് വരുമ്പോൾ അവസാനം ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് കളറിലോട്ട് ഞാൻ മാറുമെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും ഞാൻ മിറർ പോയി എടുക്കേണ്ടി വരും. ഈ ക്യാമറയ്ക്കകത്ത് നോക്കി ചെയ്യുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിന് ശേഷം നമുക്ക് ആക്ച്വലി ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഐ ഷാഡോ സെറ്റ് ചെയ്യാം. ഞാൻ ഐ ഷാഡോ ഉപയോഗിക്കുന്നുള്ളൂ. മിക്കപ്പോഴും ഈ പൊടി ഇവിടെയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഐ ഷാഡോ ഇത് യൂസ് ചെയ്യാം. ഞാൻ ഈ നൈക്കേൻ്റെ ഈ ഒരു സ്മോക്കി 8 എന്ന് പറഞ്ഞ, സ്മോക്കി 8 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഈ ഒരു ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഐ ലുക്കാണ്. ജസ്റ്റ് ബേസിക് കളേഴ്സ് വെച്ചിട്ട് ഈ പീച്ച്, പിന്നെ ഈ ബ്രൗൺ, ഈ ബ്ലാക്ക്, ഇത് 3 യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടൊരു ഐ ലുക്ക് ചെയ്യാമേ. സത്യം പറഞ്ഞാൽ ഇത്രയും ഒഴുങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ സ്വഭാവം, എനിക്കിന്ന് ഭയങ്കരമായിട്ട് നാക്കുളുക്കുന്നുണ്ട്. എൻ്റെ സ്വഭാവമായതുകൊണ്ട് ചിലപ്പം ചെയ്ത് കഴിയുമ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറ്റി കളറായിട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും നല്ലൊരു രീതിയിൽ തന്നെ മേക്കപ്പ് ചെയ്തേക്കാം. ഞാൻ ഉദ്ദേശിച്ച സിമ്പിൾ ലുക്ക് ഇതാണ്. കുറച്ചുകൂടെ ക്ലോസ് ഒന്ന് കാണിക്കാമേ. ജസ്റ്റ് കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കി. സിമ്പിളായിട്ട് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സിമ്പിൾ കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ഡ്രമാറ്റിക് അല്ല, ചെറിയൊരു സ്മോക്കി എഫക്റ്റ് കൊടുത്തിട്ട് കുറച്ച് ഒരു നാച്ചുറൽ കളറൊക്കെ കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. ഇപ്പം ഐ ലൈൻ ചെയ്തിട്ടില്ല, ഐ ലൈൻ ചെയ്യണം. അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യണേ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന മേബ്ലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്, ഷെയ്ഡ് നമ്പർ 128. അപ്പം ഫൗണ്ടേഷൻ നന്നായിട്ടുണ്ട്. ഈ ഫൗണ്ടേഷൻ ഇട്ടുമ്പോൾ നിങ്ങൾ കണ്ടോണം, ഞാൻ ഇത്തിരി വെള്ളപ്പാണ്ട് പിടിച്ചോളിരിക്കും. ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, നേരിട്ട് അങ്ങനെ തോന്നും കേട്ടോ. കുറച്ച് തോന്നും, പക്ഷെ കുറേ കഴിയുമ്പോൾ ഇതങ്ങ് സെറ്റാവും സംഭവം. അതെല്ലാ ഫൗണ്ടേഷനും അങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്ത ഐബ്രോ സെറ്റ് ചെയ്യാം. ഐബ്രോ ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ സ്മജ് ഫ്രീ ഐബ്രോ പെൻസിൽ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു സൈഡ് ഐബ്രോയും ഒരു സൈഡിൽ മറ്റേ സ്പൂലി, ഇങ്ങനെ ഐബ്രോ സംഭവം വരുന്ന പോലത്തെ ഫോക്കസ് അങ്ങനത്തെ സംഭവമാണ്. ദിവസമായിട്ട് ഞാൻ ഈയിടെ ഐബ്രോ ത്രെഡ് ചെയ്തു കുറേ നാളിന് ശേഷം. അതുകൊണ്ട് നമുക്ക് ഇത്തവണ എൻ്റെ ഐബ്രോ നിങ്ങൾ വേറെ ഒരുപാട് ഏത് വീഡിയോകൾ നോക്കിയോ ഫുൾ ഭയങ്കര മോശം. അപ്പോൾ ഞാൻ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇതിപ്പോൾ ത്രെഡ് ചെയ്തത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് സെറ്റാക്കാൻ പറ്റും. അടുത്തത് നമുക്ക് ഐ ലൈൻ ചെയ്യാം. ഐലൈനർ എനിക്ക് നല്ലൊരു ക്ലാസിക് വിങ് ഐലൈനറാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പം ശരിയാകും അത്. എപ്പം ഞാൻ ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് ശരിയാവത്തില്ല. അങ്ങനെ എൻ്റെ ഐലൈനർ ഇനി നല്ലൊരു വിങ് ചെയ്യണമെന്നാണ്. ഇങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, ഞാൻ ചെയ്തിട്ട് വരാം. ഐലൈനർ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല ക്യാമറ മുമ്പിൽ ചെയ്യാനായിട്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ ആവും ഞാൻ. അപ്പോൾ ഞാൻ ഐ ലൈൻ ചെയ്ത് നല്ലൊരു വിങ്ങും ആയിട്ട് വരാം.
അങ്ങനെ ഗൈസ് ഞാൻ ഐലൈൻ ചെയ്തു മസ്കാര ഇട്ട മസ്കാര ഇത് ഇൻസൈറ്റിൻ്റെ ഏതൊരു മസ്കാരയാണ്. ഐലൈനർ ലാക്മേഡ്. പിന്നെ നമുക്കിനി അടുത്തത് ബ്ലഷ് ഇടാമേ. തീരാറായി, നമ്മുടെ മേക്കപ്പ് തീരാറായി. ബ്ലഷ് ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഷിമർ മാറ്റ് ബ്ലഷ് പിങ്ക് ആണ്. കാണുന്ന പോലെയല്ല, നല്ല രസം കേട്ടോ. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ബ്ലഷ് ആയിട്ടിരിക്കുന്നത്. കാരണം ഇതിനൊരു നാച്ചുറൽ ഫിനിഷും ഉണ്ട്, ഭയങ്കര അഫോർഡബിളാണ്. ഇത് ഇച്ചിരി കൂടിപ്പോയില്ലേ? സെറ്റാക്കാം, ഇതൊക്കെ നമ്മൾ സെറ്റാക്കും. ഈ സൈഡ് വിടട്ടെ, ഇച്ചിരി കൂടിപ്പോയി, സെറ്റാക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ബ്ലഷ് ഇട്ടിട്ട് കാര്യമുണ്ടോ എനിക്കറിയില്ല. അപ്പം നമുക്ക് ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്യാം. ആദ്യം കുറച്ചിങ്ങനെ ഫുള്ളർ ലിപ്പായിട്ടിരിക്കുന്ന പോലൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചെയ്ത് വരുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. നമുക്ക് ആദ്യം ആ രീതിയിലൊന്ന് ലൈൻ ചെയ്ത് നോക്കാമേ. എൻ്റെ അമ്മ താഴെ ടി വി കാണുന്നുണ്ട്, ഹിന്ദി പാട്ട് കേൾക്കുന്ന പാട്ട് എനിക്ക് ഇവിടെ വരെ കേൾക്കാം. പാവ ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മ സൗണ്ട് കുറയ്ക്ക്, പാട്ട് ഇവിടെ വരെ കേൾക്കാം. അമ്മ പറഞ്ഞു ഒന്നിലാണ് വെച്ചേക്കുന്നത്. പുറത്ത് മഴ പെയ്യുന്നു, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ശബ്ദം? കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇത്രയും പിങ്ക് മതി, ഒരുപാട് പിങ്കായ പോറാവും. ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് ഞാൻ ഈ ലിപ് ലൈനർ വെച്ച് സെറ്റ് ആകും കേട്ടോ. ഇനി എന്താണ് നമുക്ക് ബാക്കിയുള്ള ഹൈലൈറ്റ് ഇടാം. കുറച്ച് തിളക്കിരിക്കട്ടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കാണാൻ പറ്റും ഹൈലൈറ്റ് ചെയ്യുമ്പോഴേ. ഇടാം, കണ്ട തിളക്കം കണ്ട അമ്മേ. ഇനി മേക്കപ്പിലൊന്നുമില്ല, ഇനി നമുക്ക് ഹെയർ ആണ്. എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ഈയിടെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ട്, തൊപ്പിയൊക്കെ വെച്ചിട്ടേ. അതിലൊരു ലുക്ക് ഹെയർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹെയർ പോലെ ചെയ്യണമെന്നാണ് എനിക്ക്. അതിൽ പക്ഷേ ഹെയർ കാണത്തില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ തൊപ്പി ഇട്ടിട്ട് കാരണം അതിനകത്ത് ഹെയർ കാണത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് ആ ലുക്ക് അന്ന് രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതുപോലത്തെ ഒരു ഹെയർ ചെയ്തിട്ടാണ് ഞാൻ ആ ക്യാപ്പ് വെച്ചത്. അപ്പം അതിനകത്ത് ഹെയർ കാണില്ല, ഞാൻ പറഞ്ഞില്ലേ തൊപ്പി ഉള്ളതുകൊണ്ട് ഹെയർ കാണത്തില്ല. എനിക്ക് ആ സെയിം ലുക്ക് ഇന്ന് വേണമെന്ന് എനിക്കുണ്ട്. ഒരു സ്ലീക്കായിട്ടുള്ള ഇങ്ങനെ മുടി ഇങ്ങനെ വന്നിട്ട് ഒരു ഹെയറാണ്. അങ്ങനെ കുറച്ചൊന്ന് ഞാനൊന്ന് നോക്കട്ടെ, പരിശ്രമിക്കട്ടെ, അതുപോലെ കിട്ടുമെന്ന്. ഞാൻ സെറ്റാക്കിയിട്ട് വരാം. അന്ന് ഞാൻ എങ്ങനെയായിരുന്നു ചെയ്തത്? അന്ന് നല്ലതായിട്ട് വന്നായിരുന്നു. ഈ സൈഡല്ലേ ചെയ്ത്, ഈ സൈഡായിരുന്നു ഇത്. ഞാൻ എന്തെങ്കിലും മുടി സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഞാൻ എങ്ങനെയൊക്കെയോ ഈ മുടി ആക്കി വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞ ഒരു ഷൂട്ട് ഞാനിത് ചെയ്തിട്ട് പിന്നെ എൻ്റെ മേലെ ഒരു വൈറ്റ് ക്യാപ്പ് വെച്ചിട്ടുള്ള ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ സെയിം ഹെയർ സ്റ്റൈൽ ചെയ്തപ്പോൾ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ നൈസായിട്ട് വന്നേ. പക്ഷെ അന്ന് ആ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ആ ഹെയർ കവർ ചെയ്ത് ക്യാപ്പ് വെച്ചേക്കുന്നുണ്ട്. ഇന്ന് ഞാനത് ആവശ്യം ഉള്ളപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് വരുന്നേയില്ല. കുറേ തവണ കെട്ടി വെച്ചിട്ടോട്ട് ഈ അവസാനം ഈ ഒരു ലുക്ക് വന്നേ. ഞാനപ്പം 2-3 കമ്മലെടുത്ത് വെച്ചു. ഇത് വേണ്ടാന്ന് തോന്നുന്നു, എനിക്ക് സ്റ്റഡ് തന്നെ മതി എന്നാ. പിന്നെ ഇതിപ്പോൾ രസമുണ്ട്. പിന്നെ ഒരെണ്ണം വൈറ്റ് പോൾസാണ്. വൈറ്റ് ഇതിൻ്റെ വലിയൊരു വൈറ്റ് പോൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇതിപ്പോൾ കാണുന്നില്ല. പിന്നെ ഉള്ളത് ഈ ഗോൾഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാം ID ആർദ്ര ജയനാഥൻ തന്നെയാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ യെസ്, ദാറ്റ്സ് ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ദാറ്റ്സ് ഫോർ ടുഡേയ്സ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.